ഓം ശാന്തി. നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് എന്ന് വെച്ചാൽ അർത്ഥം അൺഓർഗനൈസ്ഡ് തോട്ട്സ് ആണ് അർത്ഥം. യാതൊരു നിയന്ത്രണവുമില്ലാതെ, യാതൊരു അടക്കവും ഒതുക്കവുമില്ലാതെ തന്നിഷ്ടത്തിന് പാറി നടക്കുന്ന ചിന്തകൾ, ആ ചിന്തകളാണ് പലപ്പോഴും നെഗറ്റീവ് തോട്ട്സായിട്ട് മാറുന്നതും. പതിയെ പതിയെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിയന്ത്രണമില്ലാതെ വലിച്ചു വാരിയിട്ട ചിന്തകൾ, ആ ചിന്തകളുടെ നിയന്ത്രണമില്ലായ്മ തന്നെ നമ്മുടെ ഊർജ്ജത്തെ നഷ്ടപ്പെടുത്തുകയും ഊർജ്ജത്തെ നഷ്ടപ്പെടുന്നതോടുകൂടി മനസ്സിൻ്റെ ഫോക്കസിങ് ഇല്ലാതാവുകയും ചെയ്യും. മനസ്സിൻ്റെ ഫോക്കസിങ് ഇല്ലാതാകുമ്പോൾ അത് ടെൻഷനും ഭയവും സ്വയം അവനവനെക്കുറിച്ചുള്ള അവിശ്വാസവും ജനിപ്പിക്കും. അവനവനെക്കുറിച്ച് അവിശ്വാസം വരുന്ന സമയത്ത് മനസ്സെല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും മോശമായതെന്തോ അത് നമുക്ക് കാണിച്ചു തരാൻ തുടങ്ങും. മനസ്സ് അവനവൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ കാര്യങ്ങളെ കാണിച്ചു തരാൻ തുടങ്ങുമ്പോൾ ഭയം നമ്മളോട് ജനിച്ചു വരാൻ തുടങ്ങും. ഭയവും അവിശ്വാസവും കൂടി നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളോടുകൂടിയും അവരും ശരിയായിരിക്കില്ല, ഇവരും ശരിയായിരിക്കില്ല, അവരങ്ങനെ ഇവരെങ്ങനെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സിൻ്റെ വലയങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങും. ആ നെഗറ്റീവ് തോട്ട്സിൻ്റെ വലയങ്ങൾ പതുക്കെ പതുക്കെ നമ്മുടെ കർമ്മ പദ്ധതിയിലേക്ക്, ജീവിതത്തിലേക്ക്, ബന്ധങ്ങളിലേക്ക്, പതുക്കെ നമ്മുടെ സൊസൈറ്റിയെക്കുറിച്ച് തോന്നാൻ തുടങ്ങും, ദേശത്തെക്കുറിച്ച് തുടങ്ങാൻ തുടങ്ങും, ലോകത്തെക്കുറിച്ച് തോന്നാൻ തുടങ്ങും. അങ്ങനെ അവസാനം പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ ആങ്സൈറ്റി എന്നൊക്കെ പറയുന്ന അവസ്ഥകളിലേക്ക് ചെന്നെത്തിച്ചേരുകയും ചെയ്യും. കാരണം മറ്റൊന്നുമല്ല, മനസ്സിലെ യാതൊരു നിയന്ത്രണവും കൊടുക്കാതെ തന്നിഷ്ടത്തിന് അലയാൻ വിട്ടതായിരിക്കുന്ന, യാതൊരു നിയന്ത്രണവുമില്ലാത്ത വലിച്ചു വാരിയിട്ട ചിന്തകളെ സ്വതന്ത്ര വിഹാരത്തിൻ്റെ പ്രതിഫലനമാണ് ഈ അവസ്ഥ അവസാനത്തിലെത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഈ ഒരു റിയാലിറ്റീനെ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിൽ ചിന്തകളെ നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളത് ആവശ്യമാണ്. മനസ്സിൽ ചിന്തകളെ നിയന്ത്രണം കൊണ്ടുവരണമെങ്കിൽ നോർമലായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ചിന്തകളെ നിയന്ത്രിക്കണം എന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള ലെസൺസ് വായിക്കാം, പഠിക്കാം, മനസ്സിലാക്കാം. ആ തോട്ട്സിനെ അറിഞ്ഞുകൊണ്ട് കൃത്യമായിരിക്കുന്ന ഡ്യൂറേഷനിൽ, ഉദാഹരണം പറഞ്ഞാൽ 1 മണിക്കൂർ ഒരു പ്രാവശ്യം, അങ്ങനെയുള്ള കുറച്ച് പോസിറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് ഓർമ്മിക്കാനാവുന്നില്ല എങ്കിൽ ഒരു പേപ്പർ പീസിൽ എഴുതി വെച്ചിട്ടാണെങ്കിലും 1 മണിക്കൂറിൽ ഒരു പ്രാവശ്യം അത് വായിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്ത് ഓർത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച് ആ ഒരു നല്ല സ്വഭാവം കൊണ്ട് മനസ്സിലെ ചിന്തകളെ മേലെ വീണ്ടും നമുക്കൊരു കൺട്രോളിങ് കൊണ്ടുവരാൻ സാധിക്കും. അതേസമയം ആ യാത്ര പാനിക് അറ്റാക്ക് വരെ അഥവാ ആങ്സൈറ്റിയുടെ ലെവലിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? സൈക്കി എഫക്ട്സ് ദ ബോഡി എന്ന് പറയുന്ന പോലെ തന്നെ ബോഡി എഫക്ട്സ് ദ സൈക്കി ആണ്. നമ്മുടെ ശരീരം കൊണ്ട് മനസ്സിലും പ്രഭാവം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നോർമലി ആ ഒരു അവസ്ഥയിലെത്തിയ മനുഷ്യന്മാരെ നോക്കിയാൽ താഴേക്ക് നോക്കി നടക്കുന്നത് കാണാം. നട്ടെല്ല് വളഞ്ഞിട്ടുണ്ടാവും, തോടുകൾ മേലേക്ക് ഉന്തിയിട്ടുണ്ടാവും, കണ്ണുകൾ എപ്പോഴും താഴേക്ക് നോക്കി നടക്കുന്നത് കാണാം. ശ്വാസഗതി നോക്കിയാൽ വളരെ വേഗം ശ്വാസം വലിച്ചു വിടുന്നതായിട്ട് കാണാം. അതായത് അവരുടെ ശ്വാസത്തിന് ഡെപ്ത് ഉണ്ടായിരിക്കില്ല, ഈസി ആയിട്ട് പോകുന്നത് കാണാം. അത് അവരുടെ ശ്വാസത്തിൻ്റെ വേഗത കിതപ്പ് പോലെയൊക്കെ അനുഭവപ്പെടും. ചിലപ്പോൾ അവർക്ക് ശ്വാസം കിട്ടായും അനുഭവപ്പെടും. ഇതൊക്കെ ആങ്സൈറ്റിയിൽ ഇരിക്കുന്ന ഒരാളുടെ ലക്ഷണങ്ങളാണ്. നേരെ തിരിച്ച് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. കരുതി കൂട്ടി ഒരു 5 മിനിറ്റ് സമയം നട്ടെല്ല് നിവർന്നിരിക്കുന്നതിൽ ശ്രദ്ധിക്കുക. കഴിയുമെങ്കിൽ ആ അവസ്ഥയിൽ ഒരാളെ സപ്പോർട്ട് എടുത്താലും കുഴപ്പമില്ല. നിങ്ങളിരിക്കുന്ന സമയത്ത് നട്ടെല്ല് നിവർന്ന് കൈകളെ ധ്യാനമുദ്രയിൽ വെച്ചുകൊണ്ട് കാലുമ്മ നിവർത്തി വെച്ച്, നിങ്ങൾക്ക് താഴെ ഇരിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ കസേരയിൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കൈകൾ ആ പൊസിഷനിൽ നിങ്ങൾ വെച്ചിരിക്കണം. എന്നിട്ട് നിങ്ങളുടെ ശ്രദ്ധേനെ ഏതെങ്കിലും മേലെയുള്ളതായിരിക്കുന്ന ഒരു ലൈറ്റിലേക്ക് കണ്ണുകൾ വയ്ക്കുക. എന്നിട്ട് ശ്വാസഗതിയിൽ പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഡീപ്പ് ബ്രീത്ത് നമ്മളുള്ളിൽ നിറയ്ക്കുക. 1, 2, 3, 4, 5 എത്ര സെക്കൻഡ് സമയം പറ്റുമോ അത്ര സെക്കൻഡ് സമയം മനസ്സിൽ എണ്ണിക്കൊണ്ട് ശ്വാസത്തെ പിടിച്ചു നിർത്തുക. പതുക്കെ ശ്വാസത്തേക്ക് പുറത്തേക്ക് അയക്കുക. നമ്മുടെ ശ്രദ്ധേനെ ഈ ശ്വാസഗതിയിൽ കൊണ്ടുവന്നുകൊണ്ട് നട്ടെല്ല് നിവർന്നിരുന്ന് ഡീപ്പ് ബ്രീത്തിങ് ഒരു 10-12 എണ്ണം കഴിയുമ്പോഴേക്കും തന്നെ മനസ്സ് കുറച്ച് കംഫർട്ടായിട്ട് നിങ്ങൾക്ക് തോന്നും. ആ ഒരു അവസ്ഥയിൽ അവിടെ നിർത്തുകയല്ല, ആ ഒരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരു നല്ല പോസിറ്റീവ് തോട്ട്സ് വായിക്കുകയോ പഠിക്കുകയോ ചെയ്താൽ കുറച്ചൊരു പ്രഭാവം മനസ്സിലുണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെ ദിവസത്തിൽ പല തവണ ഈ രീതിയിൽ 5 മിനിറ്റോ 3 മിനിറ്റോ സമയം എടുത്തുകൊണ്ട് നമ്മുടെ നട്ടെല്ലിനെ നേരെ വെച്ച് ഷോൾഡർ പൊസിഷനിൽ കൊണ്ടുവന്ന് കൈകളെ ധ്യാനമുദ്രയിൽ പിടിച്ചിരിക്കാൻ പറയുന്നത് തന്നെ ഷോൾഡർ ഓട്ടോമാറ്റിക്കലി ഇവിടേക്ക് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയുണ്ടാവും. തളർത്തിയിടാതെ ആ പൊസിഷനിൽ കൊണ്ടുവന്നുകൊണ്ട് നട്ടെല്ലിനെ സ്ട്രെയിറ്റ് ആക്കി വെച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ഈ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ പതുക്കെ ഇനി ആ വല്ലാത്തൊരവസ്ഥയിൽ ശ്വാസഗതി നിയന്ത്രണം ഇല്ലാത്ത ഒരാൾ പോലും ഇങ്ങനെ വെറുതെ 3 മിനിറ്റ് മാത്രം മതി എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ
ചെയ്യാൻ തുടങ്ങിയാൽ ആ 3 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. ആ ശ്വാസഗതി കുറച്ച് ഫാസ്റ്റ് കുറയുന്നതായിട്ട്, കിതയ്ക്കുന്ന അവസ്ഥ ഇല്ലാത്തതായിട്ട്, ശ്വാസം കിട്ടായ്മ തോന്നുന്നുണ്ടെങ്കിൽ അതില്ലാത്തതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ പതുക്കെ പതുക്കെ ഈ ലെവൽ കൊണ്ടുവന്ന് 1, 2, 3 ദിവസം കൊണ്ട് ചെറിയ ഒരു ചേഞ്ച് നമ്മുടെ ഫിസിക്കലി മനസ്സിലും ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ തൊട്ട് പോസിറ്റീവ് തോട്ട്സിനെ വായിക്കാനും പഠിക്കാനും അതിനെ റിപ്പീറ്റ് ചെയ്യാനും ശ്രമിക്കണം. രണ്ടും കൂടെ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുവിധം ഒരാഴ്ച സമയം കൊണ്ട് മനസ്സിൻ്റെ മേലെ ചെറിയൊരു കൺട്രോൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ രാജയോഗ മെഡിറ്റേഷൻ പഠിക്കുക, ഡെയിലി സത്സംഗം അറ്റൻഡ് ചെയ്യുക, ജീവിതത്തിൻ്റെ ചിട്ടയായ ജീവിതശൈലിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ ഏതവസ്ഥയിൽ നിന്നും മനസ്സിനെ ശക്തമായി ആരോഗ്യമുള്ള മനസ്സും ശരീരവുമാക്കി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ചെറിയ സ്റ്റെപ്സാണ്, ചെറിയ കാര്യങ്ങളാണ്, ചെറിയ തുടക്കം വലിയ നേട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.